നമസ്കാരം. മലയാളത്തിൻ്റെ വാനമ്പാടി KS ചിത്രയ്ക്ക് ഇന്ന് 61ാം പിറന്നാളാണ്. ആഴവും പരപ്പും ആർദ്രതയുമുള്ള ഭാവതീവ്രമായ ആ ആലാപനം 4 പതിറ്റാണ്ടിലേറെയായി മലയാളി മനസ്സുകളെ തൊട്ടുണർത്തിക്കൊണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പ്രണയവും വിരഹവും വിഷാദവുമെല്ലാം പെയ്തിറങ്ങി ഒഴുകുന്ന സ്വരമധുരമായ ഒരു സംഗീത നദിയാണ് KS ചിത്ര, മലയാളികളുടെ പ്രിയപ്പെട്ട ചിത്രചേച്ചി. മലയാളികളുടെ ഹൃദയത്തിലൂടെയാണ് അതിൻ്റെ കൈവഴികൾ. കഥാപാത്രങ്ങളുടെ ആത്മഭാവങ്ങൾ അറിഞ്ഞ് ഗാനങ്ങളിൽ അത് സന്നിവേശിപ്പിക്കുന്ന ഭാവതീവ്രമായ ആലാപനമാണ് KS ചിത്രയുടെ സവിശേഷത. നറുനിലാവ് പോലെ മലയാളി മനസ്സുകളിലേക്ക് അലിഞ്ഞമരുന്ന ആ അമര സല്ലാപത്തിന് ആഴവും പരപ്പും ഒപ്പം ആർദ്രതയുമുണ്ട്. പാട്ടിൻ്റെ ഒരു സ്നേഹ വഴിയാണത്. ശാന്തമായി തലോടുന്ന കുളിർകാറ്റ് പോലെ 4 പതിറ്റാണ്ടിലേറെയായി ചിത്രഗീതം ഒഴുകിപ്പരക്കുന്നു. മലയാളത്തിൻ്റെ വാനമ്പാടി തമിഴകത്ത് ചെല്ലുമ്പോൾ ചിന്നക്കുയിലാണ്, തെലുങ്കർക്ക് സംഗീത സരസ്വതി, ഉത്തരേന്ത്യക്കാർക്ക് പിയ ബസന്തി, കർണാടകയിൽ കന്നഡ കോകിലെ. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ഒറിയ, ബംഗാളി, അസമീസ് തുടങ്ങി 15,000-ത്തിലധികം ഗാനങ്ങൾ ഈ ഭാഷകളിലൊക്കെ പാടിയിട്ടുണ്ട്. സംഗീതം തന്നെയാണ് ചിത്രയുടെ ജീവവായു. സംഗീതജ്ഞനായ അച്ഛൻ കരമന കൃഷ്ണൻ നായരുടെയും സംഗീതാധ്യാപികയായ ശാന്തകുമാരിയുടെയും മകളായി 1963 ജൂലൈ 27-നാണ് ജനനം. അച്ഛനായിരുന്നു ആദ്യ ഗുരു. ഡോക്ടർ K. ഓമനക്കുട്ടിയുടെ കീഴിൽ കർണാടക സംഗീത പഠനം. സംഗീതജ്ഞൻ MG രാധാകൃഷ്ണനാണ് ആകാശവാണിയിലും സിനിമയിലും ചിത്രയെ ആദ്യമായി പാടിപ്പിച്ചത്. 1979 MG രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച അട്ടഹാസം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാള പിന്നണി ഗാന രംഗത്ത് ചിത്ര അരങ്ങേറ്റം കുറിച്ചത്. 1 വർഷത്തിന് ശേഷമാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. പത്മരാജൻ സംവിധാനം ചെയ്ത നവംബറിൻ്റെ നഷ്ടം എന്ന ചിത്രത്തിലെ അരികിലോ അകലെയോ ആണ് ആദ്യം പുറത്തിറങ്ങിയ ഗാനം. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിനു വേണ്ടി സത്യനന്ദിക്കാട് രചിച്ച് MG രാധാകൃഷ്ണൻ സംഗീതമൊരുക്കിയ രജനി പറയൂ എന്ന ഗാനമാണ് ചിത്രയുടെ ആദ്യ സോളോ ഹിറ്റ്. 1983 പുറത്തിറങ്ങിയ മാമാട്ടിക്കുട്ടി അമ്മ എന്ന ചിത്രത്തിലെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന ഗാനം ഹിറ്റായതോടെ ചിത്രയെ തേടി നിരവധി അവസരങ്ങളെത്തി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒഡിയ, ഹിന്ദി, ബംഗാളി, അസമീസ് തുടങ്ങി ഒരുപാട് ഭാഷകളിൽ നിന്നും ചിത്രയെ തേടി ഗാനങ്ങളെത്തി. 6 ദേശീയ പുരസ്കാരങ്ങളാണ് ചിത്രയ്ക്ക് ലഭിച്ചത്. 1986 പുറത്തിറങ്ങിയ സിന്ധു ഭൈരവി എന്ന ചിത്രത്തിലെ പാടറിയെ പഠിപ്പറിയെ എന്ന ഗാനത്തിലൂടെയാണ് ചിത്രയ്ക്ക് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. 1987 നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദവും എന്ന ഗാനത്തിന് 2ാമത്തെ ദേശീയ പുരസ്കാരം. 1989 വൈശാലി എന്ന ചിത്രത്തിലെ ഇന്ദുപുഷ്പം ചൂടി നിൽക്കുമെന്ന ഗാനത്തിന് 3ാമത്തെ ദേശീയ പുരസ്കാരം. മിൻസാരക്കനവ് എന്ന തമിഴ് ചിത്രത്തിലെ മാനമധുര എന്ന ഗാനത്തിലൂടെ 1996 ചിത്രയ്ക്ക് 4ാമത്തെ ദേശീയ പുരസ്കാരം. 1997 ഹിന്ദി ചിത്രം വിരാസത്തിലെ പായലെ ചുൻമുൻ എന്ന ഗാനത്തിലൂടെയായിരുന്നു 5ാമത്തെ ദേശീയ പുരസ്കാരം. 2004 തമിഴ് ചിത്രം ഓട്ടോഗ്രാഫിലെ ഒവ്വൊരു പൂക്കളുമേ എന്ന ഗാനത്തിലൂടെ ചിത്രയ്ക്ക് 6ാമത്തെ ദേശീയ പുരസ്കാരവും ലഭിച്ചു. 16 സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് പുറമെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഒറീസ സർക്കാരിൻ്റെയും പുരസ്കാരങ്ങൾ ചിത്രയെ തേടിയെത്തി. 2005 പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം അവരെ ആദരിച്ചു. ചുരുക്കി പറഞ്ഞാൽ 6 ദേശീയ പുരസ്കാരങ്ങൾ, 16 സംസ്ഥാന പുരസ്കാരങ്ങൾ. ഓരോ പുരസ്കാരവും ചിത്രയെ കൂടുതൽ വിനയാന്വിതയാക്കി മാറ്റുന്നു. ജീവിതത്തിൽ നൊമ്പരങ്ങളുടെ മുറിപ്പാടുകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഒരു നറുപുഞ്ചിരി തൂകിക്കൊണ്ട് തലമുറകളെ സംഗീത സാഗരത്തിൽ ആറാടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ദേവഗായിക. പ്രിയപ്പെട്ട ചിത്രചേച്ചിക്ക് നമ്മുടെ പ്രിയപ്പെട്ട വാനമ്പാടിക്ക് പിറന്നാൾ ആശംസകൾ.